ഹായ് മക്കളെ, പരീക്ഷയ്ക്ക് ഉഷാറായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാ നിങ്ങൾക്ക് വേണ്ടി ഞാനൊരു ഷുവർ ക്വസ്റ്റ്യൻ കൊണ്ടുവരുന്നത് ഒന്നല്ല, ഒരുപാട് ചോദ്യങ്ങളുണ്ട്. അപ്പോൾ അതിൽ ആദ്യത്തെ ചോദ്യം ഉണ്ടോ ഇത്. അപ്പോൾ നിങ്ങളുടെ ഇത്തവണത്തെ പരീക്ഷയ്ക്ക് ഫൈനൽ എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് തന്നിരിക്കുന്നത്. 8 മാർക്കിനോ അല്ലെങ്കിൽ 5 മാർക്കിനോ, എത്ര മാർക്കാവാം? ഒന്നെങ്കിൽ 5 മാർക്കാവാം അല്ലെങ്കിൽ 8 മാർക്കിനാവാം. ഈ ഒരു ചോദ്യം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. വേറെ ഏതുമല്ല, ഒജീവ് നിർമ്മിക്കാനാണ് നമ്മളോട് പറഞ്ഞത്. എന്താണ്? ലെസ് ദാൻ ഒജീവും അതേപോലെ തന്നെ മോർ ദാൻ ഒജീവ് നിർമ്മിക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ട് ചോദ്യം വരും. അപ്പോൾ നിങ്ങൾക്ക് അറിയേണ്ട കാര്യമുണ്ട്, ഒജീവ് നിർമ്മിക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ഈ പറഞ്ഞിരിക്കുന്ന കണ്ടിന്യൂസ് ക്ലാസ്സിലായിരിക്കണം കാര്യങ്ങൾ തന്നിരിക്കുന്നത്, അല്ലേ? അപ്പോൾ കണ്ടിന്യൂസ് ക്ലാസ് ആണോ അല്ല എന്നോ ആദ്യം നമുക്ക് അവിടെ നോക്കണം. അപ്പോൾ കണ്ടിന്യൂസ് ക്ലാസ് ആണ് ഇവിടെ തന്നില്ല. കാരണം എന്താണ്? 0 to 5, 5 to 10, 10 to 15, 15 to 20 എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയായിരിക്കും പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ തരിക. എന്തിനറിയോ? സ്ഥലം ലാഭിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ക്വസ്റ്റ്യൻ ഇടുക. അപ്പോൾ ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഇതിനെ നമുക്ക് വേണ്ട രീതിയിൽ ടേബിളാക്കി മാറ്റുക എന്നുള്ളതാണ്. ഓക്കെ, മാർക്സും ഉണ്ട്, അതേപോലെ അതിൻ്റെ ഫ്രീക്വൻസി നമുക്ക് കൊടുക്കാം. അപ്പോൾ മാർക്സും ഫ്രീക്വൻസി ആയിട്ട് നമ്മൾ ഇവിടെ കൊടുക്കുകയാണ്. നോക്കണേ, 0 to 5, 5 to 10, 10 to 15, 15 to 20 ആണല്ലോ. ഇത്രയാണ് നമ്മൾ നോക്കേണ്ടത്, അല്ലേ? അപ്പോൾ ഇത് ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്തു? ഈ പറഞ്ഞിരിക്കുന്ന ടേബിൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഫില്ല് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ 15 to 20 ഇതുവരെയാണ് നമുക്കുള്ളത്. ഇനി ഫ്രീക്വൻസി കൊടുക്കാം 2, 10, 5, 5. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി ആദ്യത്തെ സ്റ്റെപ്പ് തീർന്നു. ഇനിയാണ് നമ്മൾ ചെയ്യേണ്ടത് ലെസ് ദാനും മോർ ദാൻ നോക്കേണ്ടത്, അല്ലേ? അപ്പോൾ ലെസ് ദാൻ മോർ ദാൻ എന്ന് പറയുമ്പോൾ നമ്മൾ നോക്കാം. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ എന്ത് ചെയ്യുന്നു? ഒരു ക്ലാസ് വരക്കാൻ പോകണേ. നോക്കണേ, ജസ്റ്റ് ശ്രദ്ധിക്കണേ. ഇപ്പോൾ ഞാൻ അതിൽ ഓരോന്ന് മാർക്ക് കേട്ടോ. നമ്മുടെ ക്ലാസ് തുടങ്ങുന്ന എത്രയാണ്? 0 തുടങ്ങുന്നു. 0 to 5, 5 to 10, 10 to 15, 15 to 20, 20 to 25 ഒന്ന് തിരിക്കണ്ടോ? ഓരോ ഗ്രൂപ്പായിട്ട് ഞാൻ തിരിക്കണേ. ഇനി നോക്കുക, നമുക്ക് ഇതിൽ നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യങ്ങളുണ്ട്. എന്താണത്? വേറെ ഒന്നുമല്ല, നോർമലി ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 0-ൻ്റെയും 5-ൻ്റെയും ഇടയിൽ വരുന്ന എത്രയാണ് ഫ്രീക്വൻസി? 0-ൻ്റെയും 5-ൻ്റെയും ഇടയിലെ ഫ്രീക്വൻസി 2 ആണ്. അത് ഞാനിവിടെ മാർക്ക് ചെയ്ത് വെച്ചു. ഓക്കെ, ഇനി 5-നും 10-നും ഇടയിൽ എത്ര ഫ്രീക്വൻസി? അത് 10 ആണ്. അത് ഞാൻ ഇവിടെയും മാർക്ക് ചെയ്ത് വെച്ചു. ദെൻ 10-നും 15-നും ഇടയിൽ ഫ്രീക്വൻസി എത്രയാണ്? അത് 5 ആണ്. അത് ഞാൻ ഇവിടെയും മാർക്ക് ചെയ്ത് വെച്ചു. ദെൻ 15-നും 20-നും ഫ്രീക്വൻസി ഇടയിൽ എത്രയാണ് വരുന്നത്? 5. അത് ഞാനിവിടെ മാർക്ക് ചെയ്ത് വെച്ചു. ഓക്കെ, ഇനി നമുക്ക് വേണ്ട ലെസ് ദാനും മോർ ദാനാണ് നോക്കുക വേണ്ടത്. അപ്പോൾ ലെസ് ദാൻ ആണോ ആദ്യം ചെയ്ത്. അപ്പോൾ പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്ന ക്വസ്റ്റ്യൻ ഇതാ ഇങ്ങനെയായിരിക്കും. ഈ ഒരു ടൈപ്പിലേക്ക് ഒരു പക്ഷേ ക്വസ്റ്റ്യൻ വരിക, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്ത് തരും? ഈ ചെയ്ത പോലെ ആയിരിക്കും ക്വസ്റ്റ്യൻ വരുന്നുണ്ടാവും. അപ്പോൾ ഏത് രീതി ചോദിച്ചാലും നിങ്ങളോട് ചോദിക്കുന്ന 2 കാര്യങ്ങളാണ്. ഒന്ന് പറഞ്ഞത് ഒജീവ് വരക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലേ? ഒജീവ് വരക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഈ ഒജീവ് നമ്മൾ ചെയ്യേണ്ടതിൻ്റെ കാര്യം. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് നോക്കിക്കോളൂ, ഒജീവിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഒജീവിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കാണേണ്ടത്. ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു ലൈൻ വരച്ചിട്ടുള്ള നേരത്തെ അതിന് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. 0 to 5, 5 to 10 എന്ന് പറഞ്ഞിട്ട് 0, 5, 10, 15, ദെൻ 20 ഞാൻ മാർക്ക് ചെയ്യണം. ഇനി അതിൻ്റെ ഇടയിൽ ഫ്രീക്വൻസി ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. എത്രയ്ക്ക് മാർക്ക് ചെയ്തിരുന്നത്? 2, 10, 5, 5 എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നിങ്ങൾ നോക്കുക, നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത്? ലെസ് ദാൻ ആണ് ആദ്യം വേണ്ടത്. എന്താ വേണ്ടത്? ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയിലെ ലെസ് ദാൻ എന്ന് പറയുമ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഒരു ക്ലാസ് ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 0 മുതൽ 5 വരെ ഉള്ളത് നമ്മൾ ലെസ് ദാൻ എന്ന് പറയുമ്പോൾ അതെടുക്കുക വലിയ സംഖ്യ എടുക്കുക, അല്ലേ? അതായത് നമ്മൾ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എടുക്കണമെങ്കിൽ ലെസ് ദാൻ എടുക്കുക. നമ്മൾ എന്ത് ചെയ്യും? ഏറ്റവും മുകളിൽ നോക്കുക, മുകളിൽ താഴത്തേക്കല്ല നോക്കുക, താഴേക്ക് എത്ര ഉണ്ട്, ലെസ് ദാൻ എത്ര ഉണ്ട് നോക്കുക, അല്ലേ? അപ്പോൾ മുകളിലെ സംഖ്യ എന്ന് പറയുമ്പോൾ അതാണ് എല്ലാത്തിനും നിങ്ങൾ ചെയ്യേണ്ടത്. ഈ പറഞ്ഞിരിക്കുന്ന അപ്പർ ലിമിറ്റ് എടുക്കുകയാണ് വേണ്ടത്. 5, 10, 15, 20 എന്ന് പറഞ്ഞു. അപ്പോൾ ലെസ് ദാൻ 5. ഓക്കെ, ലെസ് ദാൻ 5 എന്ന് പറയുമ്പോൾ എത്ര വരിക? ലെസ് ദാൻ 5. ഓക്കെ, നമുക്ക് എഴുതിയേക്കാം ലെസ് ദാൻ 5. 5-ന് താഴെ എത്ര വരുന്നത്? 5-ന് താഴെ എന്ന് പറയുമ്പോൾ 1 ഉള്ളൂ. അത് എത്രയാണ്? അത് 2 ആണ്. നമ്മളത് എഴുതി വെച്ചു. എത്രയാണ്? ലെസ് ദാൻ 5 പറയുമ്പോൾ 2 ആണ് നമ്മൾ എഴുതി വെച്ചു. ഇനി അടുത്ത എത്ര വരുന്നത്? അടുത്തത് വരുന്നത് ലെസ് ദാൻ 10. ഓക്കെ, 10-ന് താഴെ എന്ന് പറയുമ്പോൾ എത്ര വരുന്നത്? ഈ പറയുന്ന 10-ന് താഴെ എത്ര വരുന്നുണ്ട്? 10 വരുന്നുണ്ട്, 2 വരുന്നുണ്ട്. അപ്പോൾ എത്ര വരിക? 12 എന്ന് എഴുതിയേക്കാം, അല്ലേ? ഇനി അടുത്ത ക്ലാസ്സിൽ എത്ര വരുന്നത്? 15 ആണ്, അല്ലേ? ലെസ് ദാൻ 15 എത്ര വരുന്നത്? 15-ന് താഴെ എന്ന് പറയുമ്പോൾ എത്രയാണ്? 5ഉം 10ഉം 15ഉം 2ഉം 17. അത് നമ്മളിവിടെ എഴുതി വെച്ചു. ദെൻ നമുക്ക് വരുന്നത് എത്രയാണ്? ലെസ് ദാൻ 20. എത്രയാണ്? ലെസ് ദാൻ 20 ആണ്. 20-നും താഴെ എത്ര വരുന്നത്? 20-നും താഴെ എന്ന് പറയുമ്പോൾ നമുക്ക് നോക്കാം. 20-ൻ്റെയും താഴെ പറയുമ്പോൾ എല്ലാ സംഖ്യകളും, അല്ലേ? അപ്പം ഈ പറഞ്ഞ 5, 5, 10, 20, 22 മൊത്തം നമുക്കിവിടെ കിട്ടി. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി നമ്മളിവിടെ മാർക്ക് ചെയ്ത് കഴിഞ്ഞു. എത്ര വരുന്നത്? 2, 12, 17, 22. ഇത്രയാണ് നമ്മൾ ആദ്യം ചെയ്തേക്കേണ്ട സ്റ്റെപ്പ്. ഓക്കെ, അപ്പോൾ ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി നമ്മളിവിടെ കണ്ടെത്തി കഴിഞ്ഞു. ഇനി അതേപോലെ എന്ത് ചെയ്യാം? മോർ ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കാണണം. അതിന് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതേപോലെ നേരത്തെ വെച്ച അതേ സ്കെയിൽ നമ്മളിവിടെ മാർക്ക് ചെയ്യുന്നു. 5, 10, 15 എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുള്ളൂ. അതേപോലെ 0, 5, 10,
15 20 മാർക്ക് ചെയ്ത് വെക്കുകയാണ്. എത്രയ്ക്കായിരുന്നു ഫ്രീക്വൻസി ഉണ്ടായിരുന്നത്? 2 10 5 ദെൻ 5 ഉണ്ടായിരുന്നത്. നമുക്കിനി നോക്കാം മോർ ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി വരുമ്പോൾ എന്താണ്? മോർ ദാൻ കൂടുതൽ എന്നാണ് അല്ലേ. അതായത് ലെസ് ദാൻ നമ്മൾ എടുത്തപ്പോൾ അപ്പർ ലിമിറ്റ് ആണ് എടുത്തെങ്കിൽ മോർ ദാൻ എടുക്കുമ്പോൾ എന്ത് ചെയ്യും? ഇനി നമ്മൾ മോർ ദാൻ എടുക്കുമ്പോൾ ലോവർ ലിമിറ്റ് എടുത്തിട്ടാണ് ചെയ്യുക കേട്ടോ. മോർ ദാൻ അതായത് 0-നേക്കാൾ കൂടുതൽ എത്ര സംഖ്യ ഉണ്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? ഈ പറഞ്ഞ ടോട്ടൽ സംഖ്യ 0-നേക്കാൾ കൂടുതലാണല്ലേ. അപ്പോൾ നമുക്ക് കൊടുക്കാം മോർ ദാൻ 0. ഓക്കെ, മോർ ദാൻ 0. 0യേക്കാൾ കൂടുതൽ എത്ര ഉണ്ട്? 0യേക്കാൾ കൂടുതലാണ് എല്ലാ നമ്പറും. അപ്പോൾ നമുക്ക് എഴുതാം 22 എന്ന് എഴുതാം. കാരണം അതെന്താണ്? 5ഉം 10ഉം 20ഉം 22 എന്ന് കിട്ടും. പിന്നെ അതേപോലെ അടുത്ത എത്രയാണ്? അടുത്ത ക്ലാസ്സിൻ്റെ എത്രയാണ് ലോവർ ലിമിറ്റ് വരുന്നത്? മോർ ദാൻ 5 ആണ് അല്ലേ. മോർ ദാൻ 5. 5-നേക്കാൾ കൂടുതൽ എത്ര ഉണ്ടെന്ന് നോക്കാം. അപ്പോൾ 5-നേക്കാൾ കൂടുതൽ അറിയുമ്പോൾ ഈ താഴത്തേക്കുള്ള ഇത് വെട്ടിക്കളയാം, ബാക്കിയുള്ളതൊക്കെ എഴുതാം. അപ്പോൾ എത്ര വരിക? 20 എന്ന് വരും. 5ഉം 5ഉം 10ഉം 10ഉം 20 എന്ന് വരും അല്ലേ. ഇനി അടുത്ത മോർ ദാൻ ആണ് നോക്കുന്നത്. മോർ ദാൻ 15 അല്ലേ, അല്ല സോറി, മോർ ദാൻ 10 ആണ് വരുന്നത് അല്ലേ. മോർ ദാൻ 10 എന്ന് പറയുമ്പോൾ 10-നേക്കാൾ കൂടുതൽ എന്ന് പറയുമ്പോൾ എന്ത് വരിക? ഈ പറഞ്ഞ 10ൻ്റെ മുകളിലേക്കുള്ള ഇങ്ങോട്ടുള്ള മാത്രം നോക്കിയാൽ മതി, താഴത്തേക്കുള്ള ഇതൊക്കെ നമുക്ക് വെട്ടിക്കളയാം. അപ്പോൾ എത്ര വരിക? ഈ പറഞ്ഞ 5 5 10 എന്ന് മാത്രമേ വരുന്നുള്ളൂ അല്ലേ. 10 എന്ന് മാത്രമേ വരുന്നുള്ളൂ. ഇനി അടുത്തത് വരുന്നത് ലാസ്റ്റ് ക്ലാസ്സിൽ മോർ ദാൻ 15 അല്ലേ. 15ൻ്റെ മുകളിൽ എത്ര വരുന്നുണ്ട്? അപ്പോൾ 15ൻ്റെ മുകളിൽ വരുന്ന സംഖ്യകൾ എത്ര ഉള്ളത്? 15ൻ്റെ മുകളിലേക്കാകുമ്പം ഇതും കൂടി നമ്മൾ വെട്ടിക്കളയും. ബാക്കി എത്ര വരിക? 5 മാത്രമാണ് വരിക. അത് നമ്മളിവിടെ എഴുതി വെച്ചു. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്കിവിടെ മോർ ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കിട്ടി, ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കിട്ടി. ഇനി ആകെ പരിപാടിയാണ് ചിത്രം വരച്ചാൽ മാത്രം മതി. അതിന് നമ്മൾ ആദ്യം ചെയ്യുന്നത് എക്സ് ആക്സും വൈ ആക്സും വരക്കാണ് വേണ്ടത്. അപ്പോൾ എക്സ് ആക്സും വൈ ആക്സും നമ്മൾ വരക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് നമ്മൾ ഓരോന്നിനും ക്ലാസ് മാർക്ക് ചെയ്യണം അല്ലേ. അപ്പോൾ നമ്മുടെ ക്ലാസ് കൊടുക്കുന്നത് നമ്മൾ ക്ലാസ് കൊടുക്കുന്നത് ഇവിടെ ആയിരിക്കും, ഫ്രീക്വൻസി കൊടുക്കുന്നത് എവിടെ ആയിരിക്കും? ഈ പറഞ്ഞിരിക്കുന്ന വൈ ആക്സിലായിരിക്കും ഫ്രീക്വൻസി കൊടുക്കുന്നുണ്ടാവുക. അപ്പോൾ നമ്മുടെ ക്ലാസ് തുടങ്ങുന്നത് 0 to 5 എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. അപ്പോൾ നമ്മൾ 0 ഇവിടെ കൊടുത്തു, ദെൻ 5 10 ദെൻ 15 ദെൻ 20 ഇത്രയും വാല്യൂസ് നമ്മളിവിടെ കൊടുത്തു. അതേപോലെ നമുക്ക് വേണ്ട ഫ്രീക്വൻസികൾ മാക്സിമം എത്ര ഫ്രീക്വൻസി? 22 വരെ അല്ലേ. അപ്പോൾ നമുക്ക് ഫ്രീക്വൻസിയിൽ കൊടുക്കണേ. എത്ര വെച്ച് കൊടുക്കാം? ഒരു 4 ഓക്കെ അങ്ങനെ കൊടുക്കാം അല്ലേ. 4 ദെൻ 8 12 16 20 25 ഓക്കെ ഫ്രീക്വൻസി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്ന് മാർക്ക് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മാർക്ക് ചെയ്യാൻ പോകുന്നത് വേറെ ഏതല്ല, നമ്മുടെ ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഉണ്ടോ. ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ലെസ് ദാൻ 5 എന്ന് പറയുമ്പോൾ 5ലാണ് നമ്മൾ ടച്ച് ചെയ്യേണ്ടത്. അവിടെ തരുന്ന ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി 2 ആണ് തന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ ലെസ് ദാൻ 5 എന്ന് പറയുമ്പോൾ ആ 5ൽ ചേർത്ത് നമ്മൾ നോക്കാം. 5ൽ ഈ പറയുന്ന 5 ആണുള്ളത്. അവിടെ ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി 2 ആണെന്ന് പറഞ്ഞത്. അപ്പോൾ 2 പറയുമ്പോൾ ഇതിൻ്റെ പകുതി നമുക്ക് മാർക്ക് ചെയ്യാം. 2 നമ്മൾ കൊടുത്തു. ഓക്കെ, ആ പോയിന്റ് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചു. ദെൻ അടുത്തത് ലെസ് ദാൻ 10 എന്ന് പറയുമ്പോൾ എത്രയാണ്? 12 ആണ് കിട്ടിയത് അല്ലേ. 12 ലെസ് ദാൻ 10 പറയുമ്പോൾ 10 എന്നതിനോട് ചേർത്ത് കൊടുക്കാം. 12 എന്നാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ എത്ര കിട്ടിയത്? 12 എന്നാണ് കിട്ടിയത്. ആ പോയിന്റ് നമ്മളിവിടെ മാർക്ക് ചെയ്ത് വെച്ചു. ലെസ് ദാൻ 10 എത്ര കിട്ടിയത്? 12. അപ്പോൾ എത്ര കിട്ടിയത്? ഇവിടെ 2 കിട്ടി, ഇവിടെ 12 കിട്ടി. ഇനി അടുത്ത ലെസ് ദാൻ 15 എന്ന് പറയുമ്പോൾ 17 ആണ് കിട്ടിയത്. ലെസ് ദാൻ 15 എന്ന് പറയുമ്പം 17 ആണ് കിട്ടിയത് അല്ലേ. അതായത് 16 കഴിഞ്ഞിട്ട് ഒരു പോയിന്റ് കൂടി കൂടുതൽ വരും. അപ്പോൾ ഇതിൽ 17 ഇവിടെ വരുന്നത് അല്ലേ. 17 നമുക്ക് എഴുതിയേക്കാം. ലാസ്റ്റ് വൺ എത്ര വരുന്നത്? ലെസ് ദാൻ 20 എന്ന് പറയുമ്പോൾ എത്രയാണ്? 22 എന്നാണ് കിട്ടിയത്. എത്ര കിട്ടിയത്? ലെസ് ദാൻ 20 എന്ന് പറയുമ്പം 22. ഓക്കെ, ഏകദേശം 22 പറയുമ്പോൾ ഈ ഒരു റേഞ്ചിലാണ് വരുന്നുണ്ടാവുക അല്ലേ. അപ്പോൾ 22 നമുക്ക് കിട്ടി. ഇനി കിട്ടിയ പോയിന്റ്സിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു സ്ട്രേറ്റ് ലൈൻ അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ പറഞ്ഞ നിങ്ങളുടെ കയ്യിലുണ്ടാകുന്ന പേനയായിരിക്കും അല്ലേ, സോറി പേനയല്ല പെൻസിൽ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ അത് വെച്ചിട്ട് എന്ത് ചെയ്യുക? ഒരു സ്ട്രേറ്റ് ലൈൻ പോലെ എന്ത് ചെയ്യുക? കൂട്ടി യോജിപ്പിച്ച് വരക്കാണ് ചെയ്യേണ്ടത്. ബാക്കി എല്ലാ പരിപാടിയും എന്ത് ചെയ്തു? നമുക്കിവിടെ കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഫസ്റ്റ് നമ്മൾ വരച്ചത് ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടാവും, ഇത് എവിടുന്നാണ് തുടങ്ങേണ്ടത് അല്ലേ. നമ്മുടെ ക്ലാസ് തുടങ്ങുന്നത് എവിടുന്നാണ് തുടങ്ങുന്നത്? 0 എന്നല്ല തുടങ്ങുന്നത്. അപ്പോൾ നമ്മൾ നേരെ എന്ത് ചെയ്യുക? ഈ 0യിലേക്ക് ഈ പറഞ്ഞ പോയിന്റ് ടച്ച് ചെയ്യിക്കണ്ടോ. അപ്പോൾ ഈ പറഞ്ഞ പോയിന്റ് അങ്ങോട്ട് ടച്ച് ചെയ്താണ് വരക്കേണ്ടത്. ദെൻ നമുക്കിനി വരക്കേണ്ടത് ഏതാണ്? മോർ ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി വേണ്ടത്. അപ്പോൾ മോർ ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയാണ് നമ്മൾ അടുത്ത് മാർക്ക് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ മോർ ദാൻ 0 എന്ന് പറയുമ്പോൾ എത്രയാണ്? 0യേക്കാൾ കൂടുതൽ പറയുമ്പോൾ 22. നമുക്ക് 0 എന്ന് പറയുന്നത് ഇവിടെ അല്ലേ. അപ്പോൾ 22 ഇവിടെ നിന്നായിരിക്കും ഏകദേശം തുടങ്ങുന്നതാവുക. നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചു, 22 എന്ന് മാർക്ക് ചെയ്ത് വെച്ചു. ഓക്കെ, ദെൻ മോർ ദാൻ 5 എന്ന് പറയുമ്പോൾ 20 ആണ്. മോർ ദാൻ 5 എന്ന് പറയുമ്പം 20 ആണ് വരുന്നത്. ആ ഒരു പോയിന്റും നമ്മളിവിടെ മാർക്ക് ചെയ്ത് വെച്ചു. ഓക്കെ, മോർ ദാൻ 5 പറയുമ്പം 20 ആണ് വരുന്നത്. ദെൻ നെക്സ്റ്റ് വൺ മോർ ദാൻ 10 എന്ന് പറയുമ്പോൾ 10 തന്നെയാണ് വരുന്നത് അല്ലേ. മോർ ദാൻ 10 എന്ന് പറയുമ്പോൾ എത്ര വരുന്നത്? 10 തന്നെയാണ് നമുക്കിവിടെ വരുന്നത്. അപ്പോൾ ആ പോയിന്റ് നമുക്കിവിടെ മാർക്ക് ചെയ്ത് വെക്കാം. ദെൻ അടുത്ത എത്രയാണ്? മോർ ദാൻ 15 എന്ന് പറയുമ്പോൾ 5 ആണ് വരുന്നത്. മോർ ദാൻ 15 എന്ന് പറയുമ്പോൾ 5 ആണ് വരുന്നത്.
ഏകദേശം ഈ ഒരു പോയിൻ്റാണ് നമുക്ക് അവിടെ വരിക. ഓക്കെ, ഈ ഒരു പോയിൻ്റാണ് നമുക്ക് അവിടെ വരിക. അപ്പോൾ നമുക്ക് കിട്ടിയ പോയിന്റുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, മാർക്ക് ചെയ്ത് വെക്കാം. അതിന് മുൻപായിട്ട് ആ വാല്യൂ എഴുതിയേക്കാം. 22, 20, 10, then 5 പോയിന്റ്സുകൾ മാർക്ക് ചെയ്ത് വെച്ചു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഒരു സ്ട്രൈറ്റ് ലൈൻ ഉപയോഗിച്ചിട്ട് നമ്മൾ ഈ പറഞ്ഞ പോയിന്റുകളൊക്കെ കൂട്ടി യോജിപ്പിക്കുക ചെയ്യുന്നത് കേട്ടോ. നോക്കണേ, നമ്മൾ ഈ പറഞ്ഞ 22 നിന്നും 20 വരച്ചു. 20 നിന്നും എത്ര വരക്കുന്നത്, 20 നമുക്ക് നേരെ വരക്കേണ്ടത് 10 വരക്കേണ്ടത് അല്ലേ. 20 നമ്മൾ വരക്കേണ്ടത് 10 വരക്കേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കാം 20 10 എങ്ങനെ വരക്കാന്നുള്ളത്. നോക്കണേ, 20 നിന്നും നേരെ നമ്മൾ വരക്കുന്നത് 10 അത് വരച്ചു വെച്ചു. 10 നിന്ന് നേരെ 5 വരച്ചു. ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മുടെ ക്ലാസ് എൻ്റെ 20 അങ്ങോട്ട് നീട്ടി അങ്ങോട്ട് വരക്കുക, വേറെ ഒന്നും നോക്കണ്ട. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ വരച്ചു കഴിഞ്ഞു. ഇതാണ് നമ്മുടെ ഒജി വരിക. അപ്പോൾ ഫസ്റ്റ് നമ്മൾ വരച്ചത് ലെസ് ദാൻ ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസി കർവാണ് വരച്ചത്, അല്ലെങ്കിൽ ലെസ് ദാൻ ഒജീവാണ് വരച്ചത്. രണ്ടാമത് വരച്ചതിന് മോർ ദാൻ ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസി കർവാണ് വരച്ചിരിക്കുന്നത്. ഇനി ഇത് രണ്ടും കൂടി കൂട്ടിമുട്ടുന്ന പോയിന്റ് ഉണ്ടല്ലോ, ഈ കൂട്ടിമുട്ടുന്ന പോയിന്റാണ് നമ്മൾ എന്താ പറയുക, ഇക്വിലിബ്രിയം നമ്മുടെ ഒജീവ് എന്ന് പറയാം അല്ലേ. ഒജീവിൽ നമ്മൾ ഈ കൂട്ടിമുട്ടുന്ന പോയിന്റ് ഉണ്ടല്ലോ, ഇവിടെ നമ്മൾ കിട്ടുന്നത് ഒജീവിൽ എപ്പോഴും സെൻറ്ററിൽ നമ്മൾ കൂട്ടിമുട്ടുന്ന പോയിന്റ് കിട്ടുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഓ ഗിവ് മീ അഥവാ മീഡിയൻ ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. ഏതാ കിട്ടുന്നത്, മീഡിയൻ ആയിരിക്കും നമുക്കവിടെ കിട്ടുന്നുണ്ടാവുക. അപ്പോൾ മീഡിയൻ പോയിന്റ് നമുക്ക് ഇതാ ഇവിടെ മാർക്ക് ചെയ്താൽ കിട്ടും. ഏതാണ്, ഇതാണ് നമ്മുടെ മീഡിയൻ പോയിന്റ് വരിക. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒജീവ് തയ്യാറാക്കാനുള്ള ചോദ്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. ഇതിൽ നിങ്ങൾ ആകെ ഓർത്ത് വെക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, മെയിനായിട്ട് നോക്കേണ്ട കാര്യം ഇതാണ്. ഞാനിവിടെ മാർക്ക് ചെയ്ത് വെക്കാം. അതായത് ലെസ് ദാൻ ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസി ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ലെസ് ദാൻ ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസി ആണെങ്കിൽ അപ്പർ ലിമിറ്റ് എടുത്തിട്ട് വേണം ചെയ്യാൻ. മോർ ദാൻ ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസി ആണെങ്കിൽ ലോവർ ലിമിറ്റ് എടുത്തിട്ട് വേണം ചെയ്യാൻ. ഞാനിത് ചെയ്ത പോലെ തന്നെ നിങ്ങൾ പരീക്ഷയ്ക്ക് എന്ത് ചെയ്യുക, ഇതുപോലെ വെട്ടിയിട്ട് വേണം ചെയ്ത് നോക്കാൻ. അങ്ങനെ ആകുമ്പോൾ നമുക്കിതില്ല കൺഫ്യൂഷൻ വരുന്നില്ല. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയും നേരമായിട്ട് ഞാൻ ക്യാമറ മുമ്പിൽ അവസാന നിമിഷമാണ് തിരിഞ്ഞത്, വേറെ ഒന്നുമല്ല. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യണം, എവിടെയൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യണം എന്ന് കൃത്യമായിട്ട് മനസ്സിലാണെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇനി എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ചോദിച്ച് ചെയ്യാനാണെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കുക, ഇറ്റ്സ് വെരി ഈസി. ഓക്കെ, വളരെ ഈസിയാണ് ചെയ്യാൻ. അപ്പോൾ പരീക്ഷയ്ക്ക് വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് 5 മാർക്ക് നിങ്ങളുടെ പോക്കറ്റിൽ കയറാൻ പറ്റട്ടെ, അതിനുള്ള എല്ലാ രീതിയിലുള്ള പരിശ്രമങ്ങളും നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇന്ന് മുതൽ നമ്മൾ തുടങ്ങുകയാണ്. ഷുവർ ക്വസ്റ്റ്യൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്താൻ പോകുന്നത്. നന്നായിട്ട് പഠിക്കുക. വീണ്ടും അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. ഓൾ ദ ബെസ്റ്റ്. ഇറ്റ്സ് മീ സെൽസബിൻ സൈനിങ് ഔട്ട് ഫ്രം എജുബോർഡ്. ബൈ.